ഗായ്സ്, സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ഒന്ന് കൊച്ചിയിൽ പോയിരുന്നു. അപ്പോൾ നമ്മളവിടെ കൊച്ചിയിൽ നിന്നിരുന്ന സമയത്ത് നമ്മളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പ് നമ്മളെ ബ്രോഡ്വേയിൽ മലബാർ സ്നാക്സിൻ്റെ. അവിടെ ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട്. ഈവൻ നമ്മളെ സ്വീറ്റായിട്ടുള്ള ജിലേബി, മൈസൂർ പാക്ക്, അങ്ങനെ എല്ലാ ടൈപ്പിനും ഭയങ്കര അധികം ടേസ്റ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമുക്ക് എല്ലാതും ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈവൻ ചിപ്സൊക്കെ ഇനി നമ്മൾ കയ്യിൽ ഇങ്ങനെ തരും. അവിടെ ഷോപ്പിംഗ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളൊന്ന് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സാധനം ടെസ്റ്റ് ചെയ്തിട്ട് പോരാം. ഞങ്ങൾ അതിനായിട്ടൊക്കെ പോയിരുന്നു. ഞാനോ ബാനൊക്കെ ഞങ്ങളവിടെ നിന്ന സമയത്ത് ഞങ്ങൾ അതിനായിട്ട് പോയിരുന്നു. സോ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കൊച്ചി പോയപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്ത് കഴിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ അതെന്താണെന്ന് നിങ്ങളിവിടെ കാണിക്കാൻ വിചാരിച്ചു. സോ ഫസ്റ്റ് നമ്മൾ ഫേവറേറ്റ് നമ്മൾ ഗുലാബ് ജാമാണ് കണ്ടോ. അപ്പോൾ ഗുലാബ് ജാമുൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾ ഇന്നലെയാണ് വന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ടെസ്റ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്താണ് നമ്മൾ ഗുലാബ് ജാമുൻ. സോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കുറച്ച് അതിൻ്റെ ലിക്വിഡ് എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ വരികയാണെങ്കിൽ നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്തിരുന്ന് കഴിച്ചാൽ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അത്രയും ടേസ്റ്റാണ്. ആക്ച്വലി ഇത് നമുക്ക് വേർത്താണ്. നമ്മൾ ആസ് എ സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് നമ്മൾ കൊച്ചിയിലെടുക്കുന്ന സമയത്തും നമ്മൾ വേർത്തും ടേസ്റ്റ് കൂടി കിട്ടുന്ന കുറച്ച് സംഭവങ്ങളേ ഉണ്ടാവുള്ളൂ. അതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ആണിത്. യമ്മി. അപ്പോൾ നമുക്കിനി അത് മാറ്റി വെക്കാം. അടുത്ത പറയുന്നത് കുക്കിയാണ്. കുക്കി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ ഓൺ ബേക്കാണ് വല്ലതും. സോ അതന്നെ നമുക്ക് നല്ല ചൂടിലാണ് ഇത് കിട്ടുക. അപ്പോൾ ചൂടിൽ തോന്നിയ രണ്ടെണ്ണമൊക്കെ നമുക്ക് കൈക്ക് ബായ്മാരെ പറ്റിച്ചിട്ടും ബായ്മാരിങ്ങനെ ഒരു ടെസ്റ്റ് ഇരിക്കുന്ന പറഞ്ഞാൽ ബായിട്ട് തരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് വയ്ക്കും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ റേസിൻസ് വരുന്നുണ്ടോ ഇതല്ലോ, റേസിൻസ് വരുന്നുണ്ടോ. പിന്നെ ഒരു ജിഞ്ചറിൻ്റെ ടേസ്റ്റാണത്. ജിഞ്ചറുണ്ട്, ഏലക്ക, അതിനൊക്കെ ടേസ്റ്റാണ്. നമ്മൾ ചാരമുള്ളത് ഡിപ്പ് ചെയ്ത് കഴിക്കുമല്ലോ, അങ്ങനെ അടിപൊളി സാധനമുള്ളത്. അടുത്ത പറയുന്നത് നമ്മളവിടെ ചെന്ന ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ടാവും. ആക്ച്വലി നമ്മളത് ബാഗിലൊക്കെ ഇട്ട് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇതിന് പൊടി പോലെ ഇങ്ങനെ ശരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ആകൃതി ആണോ. ഈ വലിപ്പം ഉണ്ടാവും. ഫുള്ളിലാണോ ചെയ്യാം. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ പൊടിയായിട്ടുണ്ട്. പൊടി സൗണ്ടൊക്കെ നല്ല രസമാണ്. ഹലോ. പിന്നെ അടുത്ത പറയുന്നത്, അപ്പം നമ്മൾ ഓണം സീസണാണ്. നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്തിട്ടില്ല. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് നമ്മൾ അവിടുന്ന് ഈ സാധനം ട്രൈ ആക്കുന്നത്. നമ്മൾ ശർക്കര ഉപ്പേരി ഇത് ഓൾറെഡി നമ്മൾ വാങ്ങണമെന്ന് വെച്ചാൽ, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ബായിനെ നിൽക്കുന്നുണ്ട് ടെസ്റ്റ് തരാൻ. അപ്പം നമ്മൾ ടെസ്റ്റ് അടിച്ചപ്പോൾ ഇഷ്ടമാണ്. അപ്പം ഇത് വെച്ചു. ഓക്കെ, ഇങ്ങനെ നമ്മൾ പൊട്ടിക്കാം.
അതിൽ ഇത് കഴിക്കണമെങ്കിൽ കുറച്ച് പല്ലിന് ബലം വേണം. അപ്പോൾ ചില പല്ലില്ലാത്തത് ഇത് ട്രൈ ചെയ്യല്ലോ. അത് സാധനം ടേസ്റ്റ് ഉണ്ടോ. ഒന്നാമത് നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്നത് ഭയങ്കര വേർത്താണ്. നമ്മൾ ശർക്കരയ്ക്ക് ഒരു 120 150 ആണെങ്കിൽ ഈ പാക്കറ്റിനും അവിടെ ഇതിനും കുറവാണ്. കാരണം ഇതൊരു ഹോൾസെയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഹോൾസെയിൽ റേറ്റിന് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണോ, ആക്ച്വലി ഇതിലൊരുപാട് ഫ്ലേവർ കേക്ക്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, റെഡ് വെൽവെറ്റ്, ഇത് ക്യാരറ്റ് കേക്ക് അല്ലേ, ക്യാരറ്റ് കേക്ക്. പിന്നെ നമ്മൾ നോർമൽ നമ്മളിതിനെന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ മൈത്തൂൺ കേക്ക് എന്നാ പറയാം. എനിവേ നിങ്ങളുടെ നാട്ടിലെന്താ പറയുക അറിയില്ല. പിന്നെ നമ്മൾ സാധാ കപ്പ് കേക്ക്, പിസ്ത ഉണ്ടോ, പിസ്ത. പിന്നെ എല്ലാ ഫ്ലേവറൊന്നും എനിക്കറിയില്ല. ആൻഡ് ആണോ ചോക്ലേറ്റ് കേക്ക്. പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആക്ച്വലി പോയത് ബുള്ളറ്റിലായതുകൊണ്ട് തന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മൾ ബാക്കിൽ ബാഗേജ് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിങ്ങനെ റാപ്പ് ചെയ്തിട്ടും ഒക്കെ ആയിട്ട് കുറേ പൊടിഞ്ഞു വെച്ചിട്ടുണ്ട്. ബട്ട് ഇതൊക്കെ നമുക്ക് എന്താ സുഖം എന്നറിയോ, എല്ലാ ഫ്ലേവേഴ്സും കഴിക്കുകയും ചെയ്യുക. അതിനൊപ്പം തന്നെ കേക്ക് പൗഡർ ആണെങ്കിൽ കേക്ക് പൗഡർ ഒക്കെ ഇടാം. അതെല്ലാം കാണും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഇരുന്ന് കഴിക്കാം. വെറുതെ ഇരിക്കുന്നവർക്ക് ഇതൊരു ബെനിഫിഷ്യലായിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ ഇതറിയുന്നത് വേറെ മിക്സ്ചറാണ്. അതായത് ഇതിൽ എല്ലാ പൊരിൻ്റെ മിക്സ്ചറുണ്ട്. അതായത് ചിപ്സ് ഉണ്ട്, നമ്മളെ എന്തെന്ന് പറയാം, എന്താ പറയാം, കയ്പക്കല്ലേ അതുണ്ട്, നമ്മളെ കപ്പുണ്ട്. പിന്നെ അതല്ലാതെ ഇതിൽ തന്നെ ശർക്കര വരട്ടി അതൊക്കെ ഉണ്ടോ. അത് മിക്സ്ചറാണ്. എന്തൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരാം. വാർപ്പിച്ച് ചെയ്ത് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണോ, ഇതാണോ കയ്പക്ക. പിന്നെ ഇത് നമ്മൾ പപ്പടം. പിന്നെ ഇത് വേറെ ടൈപ്പാണ്. പിന്നെ നമ്മൾ കയ്പക്ക പിന്നെ അതിന് തന്നെ വേറെ ടൈപ്പുണ്ട്. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് മിക്സ്ചറാണ്. നമ്മളെ പൊരിൻ്റെ കുറേ മിക്സ്ചർ ഉണ്ട് ഇതിൽ. അതാകുമ്പോൾ നമുക്ക് ഒരാടെ ഉണ്ടാക്കണമല്ലോ. കണ്ടോ, ഇവിടെ തന്നെ നമ്മളെ ശർക്കര വരട്ടിയുണ്ട്. അത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ശർക്കര വരട്ടിയും കയ്പക്കൻ്റെ ഇത് പിന്നെ പൂള എല്ലാം ഉണ്ട്. ഇത് മിക്സ്ചർ നമുക്കിതും നന്നായിട്ട് കഴിക്കാം ഗൈസ്. പിന്നെ അവസാനമുള്ളത് നമ്മളെ ക്യാരറ്റ് കേക്ക്. അപ്പോൾ ക്യാരറ്റ് കേക്കിനും ഓൾറെഡി എന്താണ് അതിൻ്റെ പീസ് ഇതിലുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി പൊട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ, കഴിക്കണ്ടേ. എല്ലാം ഞാൻ കഴിക്കാം. പിന്നെ കമ്പനിക്ക് ഷേപ്പ് ഉണ്ടാവുള്ളൂ, ഉമ്മയും കഴിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിക്കണ്ടേ. അപ്പോൾ എല്ലാം കൂടി പൊടിച്ചിട്ട് ആണല്ലോ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സാധനം. ഓക്കെ, ഞാൻ കാണിച്ചിട്ടാ ആണോ. പിന്നെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസം ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ച് തീർക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊച്ചിന്ന് നമ്മളെപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണാൻ പോവുക. അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിച്ച് തീർക്കാം. ഓക്കെ, ഇത്രയുള്ള ഗൈസ്. ബൈ ബൈ.